നമുക്കൊപ്പം ഡോക്ടർ ഷേർലി വാസു കൂടി ചേരുകയാണ്, ഫോറൻസിക് വിദഗ്ധ. മാഡം, ഇത് വളരെ വിവാദമായ ഒരു കേസാണ്. യുക്തിക്ക് നിരക്കാത്ത പല വാദങ്ങളും കുടുംബം പറഞ്ഞത് വലിയ രീതിയിൽ ചർച്ചയായതാണ്. ഇവിടെ ഇപ്പോൾ അപ്രാഥമികമായ വിവരങ്ങൾ വരുന്നു. ഒരു സ്വാഭാവിക മരണമാണ് ഇവിടെ സംഭവിച്ചത് എന്നത് നമുക്കിപ്പോൾ ഈ ഘട്ടത്തിൽ ഉറപ്പിക്കാൻ കഴിയുമോ? ഡോക്ടർ ഷേർലി വാസു, കേൾക്കാമോ? ഇതൊരു സ്വാഭാവിക മരണമാണെന്ന് ഈ ഘട്ടത്തിൽ പറയാൻ പറ്റുമോ? അത് എനിക്ക് അറിയില്ല. അത് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടേഴ്സിന്റെ ടീം അവരെന്താണ് പോലീസിനോട് പറഞ്ഞിട്ടുള്ളതെന്ന് നമുക്ക് അറിയില്ല. സ്വാഭാവിക മരണം എന്ന് പറയണമെങ്കിൽ പോയിസണിങ് ടോക്സിക്കോളജി റിപ്പോർട്ട് കൂടെ വന്നതിന് ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതിലൊരു വലിയ സാധ്യതയുള്ളത് ഇദ്ദേഹം എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പോ ഇൻക്വസ്റ്റ് നടപടികളിൽ അസ്വാഭാവികമായി ഒന്നും ഉണ്ടായില്ല എന്ന് പറയുന്നു. മക്കൾ ഇതുവരെ പറഞ്ഞത് പ്രകാരം തന്നെയാണ് മൃതദേഹം കണ്ടെത്തിയതും ആ സ്ഥലവും പശ്ചാത്തലവും ഒക്കെ അങ്ങനെയാണ് എന്ന് പറയുന്നു. ഇപ്പോൾ ആദ്യം പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങളിലും അസ്വാഭാവികമായി ഒന്നുമില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ഈ മൊഴികളിലെ വൈരുദ്ധ്യം എന്ന് പറയുന്നത് ഇയാൾ ഒരു കിടപ്പ് രോഗിയായിരുന്നു എന്നതാണ് ബന്ധുക്കളും സമീപവാസികളും പറഞ്ഞത്. പക്ഷേ ഈ മക്കൾ പറഞ്ഞത് അച്ഛൻ നടന്നു വന്ന് ആ കല്ലറയിൽ ഇരുന്നു, അവിടെ ഇരുന്ന് സമാധിയായി തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ദുരൂഹതകളുണ്ട്. അപ്പോൾ കിടപ്പ് രോഗിയായിരുന്നു, ഏറെ നാളായി കിടപ്പ് രോഗിയായിരുന്നു എന്നൊക്കെ പറയുന്നു. കരുവാളിപ്പ് പാടുകൾ പുറത്തുണ്ട് എന്ന് ഇന്ന് അറിയാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ പരിക്ക് പറ്റിയതാണോ എന്നതൊക്കെ അറിയണ്ടേ. അപ്പോൾ ഈ പ്രാഥമികമായി വരുന്ന ഈ വിവരങ്ങളെ നമുക്ക് എത്രമാത്രം വിശ്വസിക്കാൻ കഴിയും? ഇല്ല, അത് കുറച്ചൊക്കെ എന്താ പറയാ, അത് എല്ലാം പുറത്തേക്ക് വിടാനായിട്ടുണ്ടാവില്ലല്ലോ. ഡോക്ടർമാർ തന്നെ അവരുടെ പരിശോധനകൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവാം, ഒരു സാധ്യതകളൊക്കെ നോക്കാനുണ്ടാവാം. എന്താ വെച്ചാല് അതൊരു ഊഹങ്ങളും അങ്ങനത്തെ ഒന്നും പുറത്തു വിടാനാവില്ല. അപ്പൊ ടോക്സിക്കോളജി റിപ്പോർട്ട് വരാതെ അതിനെപ്പറ്റി കൂടുതലൊന്നും പറയില്ല. ഓബ്വിയസ് ആയിട്ട് പറയാൻ പറ്റുന്നത് വിസിബിൾ ആയിട്ടുള്ള പരിക്കുകൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പറയാൻ പറ്റുക. പിന്നെ വിഷബാധ, അതായത് പോയിസണിങ്ങിന്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് നമുക്ക് വിസിബിൾ ആയിട്ട് കാണാനുള്ളത് സ്റ്റമക് കണ്ടൻസില്, അതായത് ആമാശയത്തിന്റെ ഉള്ളിൽ എന്തെങ്കിലും നിറവ്യത്യാസങ്ങളോ ഭക്ഷ്യവസ്തു അല്ലാത്ത കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ എന്നൊക്കെ ഉള്ളതും അവയവങ്ങൾക്ക് അതനുസരിച്ചിട്ടുള്ള വ്യത്യാസങ്ങളും അങ്ങനത്തെയൊക്കെ പറയാൻ പറ്റും. അതൊന്നും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പോലീസിന് അത് അറിവ് കിട്ടേണ്ടതാണ്. അപ്പൊ ഇത്തരം ഒരു മോസ്റ്റ് പ്രോബബ്ലി ഇതൊരു സ്വാഭാവിക മരണമോ പോയിസണിങ്ങോ ആവാനുള്ള സാധ്യതയാണുള്ളത്. ശ്വാസമുട്ടിയുള്ള മരണമാണോ എന്നുള്ള സംശയങ്ങൾ പല കോണിൽ നിന്നും ഉയരുന്നുണ്ട്. ജീവനോടെ അവിടെ ഇരുത്തി സമാധിയായി എന്നത് തന്നെയാണ് മക്കൾ പറയുന്നത്. ഏതാണ്ട് ശരീരത്തിന്റെ പകുതി ഭാഗം വരെ ഭസ്മം മൂടിയിട്ടുള്ള നിലയിലായിരുന്നു. അപ്പോൾ അത് ശ്വസിച്ച് അങ്ങനെ ശ്വാസം മുട്ടിയുള്ള മരണം സംഭവിച്ചിരിക്കാമോ എന്ന സംശയമൊക്കെ പല കോണിൽ നിന്നും ഉയരുന്നുണ്ട്. അതാണെങ്കിൽ കൃത്യമായി അത് കണ്ടുപിടിക്കാൻ കഴിയുന്ന സാധ്യത എത്രമാത്രമാണ്? ഏത് ഘട്ടത്തിൽ അത് കണ്ടെത്താൻ കഴിയും? ഓക്കെ, ഇതില് അവര് മരണം എന്നുള്ള വാക്ക് ഇതുവരെ ഉപയോഗിച്ചതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. അവര് മരണത്തിന് പകരമായിട്ട് സമാധി, അതായത് അവരുടെ അച്ഛനെ സന്യാസിയായിട്ടാണ് കാണുന്നത്. സന്യാസിമാരുടെ മരണത്തിന് സമാധി എന്ന് പറയുന്ന അവര് അതിനുശേഷം അദ്ദേഹത്തിനെ ഒരു പ്രത്യേക രീതിയിൽ സംസ്കരിച്ചു എന്നാണ് പറയണത് നമുക്ക് മനസ്സിലാവുന്നത്. അതില് അവർ മരണലക്ഷണങ്ങൾ അവർ കണ്ടെത്തിയത് ചിലപ്പോ കുറച്ച് നേരത്തെ ആയിപ്പോയിട്ടുണ്ടാവാം, പെശകുണ്ടാവാം. അങ്ങനെ ആണിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു ജീവപ്രക്രിയ ഇതിന് ശേഷം നടന്നിട്ടുണ്ട്. വായിൽ ഭസ്മം ഇട്ടിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടു. അപ്പൊ ഈ ഭസ്മമൊക്കെ വിഴുങ്ങുകയോ ശ്വാസനാളത്തിൽ വല്ലാതെ ഒരു പർട്ടിക്കുലർ എമൗണ്ടിൽ കൂടുതൽ ശ്വസിച്ച് കയറ്റുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഇദ്ദേഹത്തിന് കുറച്ച് എന്തെങ്കിലും വ്യക്തമാവാത്ത രീതിയിലുള്ള ജീവപ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം എന്ന് കരുതാം. അത് ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അത് പോസ്റ്റ്മോർട്ടത്തിൽ അവർ പുറത്ത് പറയേണ്ടതാണ്. അങ്ങനെ ശ്വാസം മുട്ടിയുള്ള മരണമാണെങ്കിൽ അത് ഈ ഘട്ടത്തിൽ പ്രാഥമികമായി തന്നെയുള്ള നടക്കുന്ന പരിശോധനയിൽ അറിയേണ്ടതാണ് അല്ലേ? അറിയേണ്ടതാണ്. അപ്പോൾ അതിനുള്ള സാധ്യതയില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? അങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. നമ്മുടെ ഒരു ഫോറൻസിക് അനുഭവങ്ങൾ വെച്ചിട്ട് അങ്ങനെയാണെങ്കിൽ അത് പോസ്റ്റ്മോർട്ടം തീരുന്നതിന് മുന്നാലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരോട്
റിവീൽ ചെയ്യും. അവരും അത് സാക്ഷിയായിട്ടുണ്ടാവും പരിശോധനയ്ക്ക്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ശ്വാസം മുട്ടിയുള്ള മരണമാണെന്നുള്ള അല്ലെങ്കിൽ അങ്ങനെ ഉയരുന്ന ആരോപണങ്ങൾക്ക് സാധുതയില്ല. ഇനി വിഷം ഉള്ളിൽ ചെന്ന് മരണം സംഭവിച്ചോ എന്നതിലായിരിക്കണം പ്രധാനമായും പരിശോധന നടക്കേണ്ടത്. തീർച്ചയായും അത് നമുക്ക് റൂൾ ഔട്ട് ചെയ്യാൻ കെമിക്കൽ എക്സാമിനർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഡോക്ടർക്കോ പോലീസിനോ സാധ്യമല്ല. ഇത് ഉണ്ടെങ്കിൽ അത് കണ്ടെത്താനും അവർക്ക് തന്നെ പറ്റുള്ളൂ. ഈ ശരീരത്തിലേറ്റ പരിക്കുകൾ വളരെ പ്രകടമായ പരിക്കുകൾ ഉണ്ട് എന്ന് പറയുന്നില്ല. പക്ഷെ അപ്പോഴും ശരീരത്തിൽ ചില കരുവാളിപ്പുകൾ ചില സ്ഥലങ്ങളിലായി ഉണ്ട് എന്ന് പറയുന്നു. അതിൽ പരിശോധന വേണം എന്നത് പോലീസ് ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ ഇൻഫോർമൽ ആയിട്ടുള്ള വിവരങ്ങൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു പരിക്കേറ്റുള്ള ഒരു മരണമാകാനുള്ള സാധ്യതയാണെങ്കിലും ഈ ഘട്ടത്തിൽ അറിയേണ്ടതാണോ? അറിയേണ്ടതാണ്. ഡീകമ്പോസിഷൻ, ഡിസ്കളറേഷൻസ് ഈ ഇത്രയും 5-6 ദിവസം ആയ ബോഡിയിൽ ഡീകമ്പോസിഷൻ കൊണ്ടുള്ള ഡിസ്കളറേഷൻസ് ഉണ്ടാവും. അത് വ്യക്തത വരുത്താൻ വേണ്ടിയിട്ട് അവർ കാത്തിരിക്കുന്നതാണ്. മരണകാരണമായ പരിക്കുകൾ ആവാൻ സാധ്യതയില്ല. ആണെങ്കിൽ ഇപ്പൊ തന്നെ വ്യക്തമായനെ. ഇപ്പോൾ മാഡം സൂചിപ്പിച്ചു ഒരു സാധ്യത, ഒരു പക്ഷേ സ്വയം ഒരു മരണം സ്ഥിരീകരിക്കാൻ പോയി അതിനുശേഷം നടന്ന പൂജാ പ്രക്രിയയിൽ ഒരു പക്ഷേ ഈ ഭസ്മം ഉൾപ്പെടെ ഉള്ളിൽ പോയിട്ടുണ്ടായിരുന്നു എങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ മരണം സംഭവിച്ചിട്ടുണ്ടാകുമെങ്കിൽ അത് കൃത്യമായി മനസ്സിലാക്കാനും അതൊരു തരത്തിൽ വേണമെങ്കിൽ അസ്വാഭാവികതയിലേക്കൊക്കെ നയിക്കാനും ഒക്കെ ഇടയാക്കുന്ന സംഭവം. ഈ നമ്മുടെ 21ാം നൂറ്റാണ്ടിൽ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുകയാണ്. ഇങ്ങനെ ഒരു മരണം കൈകാര്യം ചെയ്ത കുടുംബം അത് ഈ രീതിയിലൊക്കെ വിവാദമാകുന്നത്. മാഡത്തിന് എന്താണ് പൊതുസമൂഹത്തോട് പറയാനുള്ളത് ഈ ഒരു അവസരത്തിൽ? അത് സൊസൈറ്റിയിൽ നിന്ന് മാറി നിന്നുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കുന്നവർക്ക് ഉണ്ടാവണ ഒരു അപകടമാണിത്. അവര് അയൽക്കാരുമായിട്ടും അവരുടെ കൗൺസിലർ അല്ലെ വാർഡ് മെമ്പർ തുടങ്ങിയവരുമായിട്ട് സമരസപ്പെട്ടും സാമാന്യ നിയമങ്ങൾ പാലിച്ചും സാമാന്യേന പോലീസിനെ വിവരങ്ങൾ വേണ്ട പോലെ പോലീസ്, ഹെൽത്ത് അതോറിറ്റീസ്, നമ്മുടെ പഞ്ചായത്ത് അതോറിറ്റീസ് ഇവരോടൊക്കെ യോജിച്ചും അവരുടെ സഹായ സഹകരണങ്ങളോടുകൂടി ജീവിതം നയിക്കുന്നതിനെയാണ് നമ്മൾ സമൂഹ ജീവിതം എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ എനിക്ക് തോന്നുന്നു, ഞാൻ അറിഞ്ഞത് അവർക്ക് ഒരു മൂത്ത മകൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിനു മുന്നാലെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അതേ തുടർന്ന് ആ കുടുംബത്തിനുണ്ടായ ഗ്രീഫ് ഹീൽഡ് ആയിട്ടില്ല. അപ്പോ അത് അവരുടെ വീട്ടിൽ തന്നെയോ പരിസരത്ത് എവിടെയോ ആ മൃതദേഹം സംസ്കരിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ തുടർന്നിട്ടുള്ള വേദനാകരമായിട്ടുള്ള ഒരു ജീവിതത്തിന്റെ ഭാഗമായിട്ടാണ് ഈ സന്യാസവും ഈ മക്കളുടെ ഇത്തരം വിശ്വാസങ്ങളും ഒക്കെ എന്നുള്ളതാണ്. സമൂഹം എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് പിടിച്ചുകൊണ്ട് പോവുകയാണ് വേണ്ടത്. മരണത്തില് നമ്മുടെ നാട്ടില് ധാരാളമായിട്ട് മരണാനന്തര ചടങ്ങുകളും അതിൽ എല്ലാവരും പങ്കെടുക്കുകയും ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇപ്പൊ ഇദ്ദേഹത്തിന്റെ മരണം പോലും ഇവര് അധികം സഹകരണം കാണാനില്ലെങ്കിലും എല്ലാവരും അവർക്ക് സപ്പോർട്ടും ആശ്വാസവും കൊടുക്കുന്നതാണ് അവരെ സമൂഹ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നല്ലതെന്ന് ഞാൻ വിചാരിക്കണു. അന്വേഷണ ഉദ്യോഗസ്ഥരും ആ ദിക്കിലേക്ക് പോകുന്നു ഞാൻ വിചാരിക്കണു. ശരി, വളരെ നന്ദി മാഡം ഈ അവസരത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന്. ഒരു ചർച്ചയ്ക്ക് മുഴുവൻ സമയവും നമുക്കൊപ്പം ചെലവഴിക്കാൻ പറ്റില്ല എന്ന് മാഡം പറഞ്ഞിരുന്നു. വളരെ നന്ദി ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിന്.